നമസ്കാരം. കമ്പനി ബോർഡ് LGS എപ്പോഴും ധാരാളം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു തസ്തിക. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾ വളരെ താല്പര്യപൂർവ്വം കാത്തിരുന്ന ഒരു വിജ്ഞാപനമാണിത്. എന്തായാലും വിജ്ഞാപനം വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പരീക്ഷാ തീയതിയും വന്നു. ഇതിൻ്റെ പ്രിലിമിനറി പരീക്ഷ 2026 ജൂലൈ മാസത്തിൽ നടക്കും. അതായത് പരീക്ഷയ്ക്ക് ഇനി 6 മാസം കൂടി ഉണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ സാധാരണ ഒരു ഉദ്യോഗാർത്ഥി എന്താണ് ചെയ്യാറ്? അയാൾ ഒരു പുസ്തകം വാങ്ങിക്കും, നേരെ പഠനത്തിലോട്ട് കടക്കും. അതുകൊണ്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ 100% അതുകൊണ്ടുള്ള ഫലം കിട്ടാനുള്ള സാധ്യത കുറവാണ്. ഒരു പുസ്തകം വാങ്ങി പഠിക്കാൻ തുടങ്ങുന്നത് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഒരുപാട് പഠിച്ചത് കൊണ്ട് മാത്രം ഒരു പരീക്ഷ ജയിക്കണമെന്നില്ല. അതിനു മുമ്പ്, പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ചില വസ്തുതകൾ ഉദ്യോഗാർത്ഥി മനസ്സിലാക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് പഠിക്കാൻ തുടങ്ങുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ അവസാനം വരെ കാണുന്നതിന് വേണ്ടി ശ്രമിക്കുക. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഗുണപ്പെടും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് വരാം. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശരി, അപ്പോൾ നമുക്ക് ശരിക്കുള്ള കണ്ടന്റിലോട്ട് വരാം. ഏതൊരു പരീക്ഷയുടെയും ആത്മാവെന്ന് പറയുന്നത് ആ പരീക്ഷയുടെ സിലബസാണ്. ഒരു പരീക്ഷയ്ക്ക് പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ആ പരീക്ഷയുടെ സിലബസ് എത്രത്തോളം ഉൾക്കൊള്ളുന്നുവോ അത്രത്തോളം നിങ്ങളുടെ പഠനഭാരം കുറയും. എനിക്കറിയാം, ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നന്നായി തയ്യാറെടുക്കണമെന്നും നല്ല മാർക്കോടുകൂടി റാങ്കോടുകൂടി ഉദ്യോഗം നേടണമെന്നും ആഗ്രഹിക്കുന്നവരാണ്. പഠിക്കാനുള്ള നല്ലൊരു മനസ്സ് ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ട്, അല്ലേ? പക്ഷെ നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നു, കുറച്ചു കാലം മുമ്പോട്ട് പോകുന്നു, എന്തൊക്കെയോ പഠിക്കുന്നു, പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ പഠനം ഒരുപാട് പുരോഗമിച്ചിട്ടില്ല എന്ന് മനസ്സിലാകുന്നു. ഞാൻ പഠിച്ചത് അത് മാർക്കായിട്ട് മാറുമോ എന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് വരുന്നു. ഞാൻ എത്രത്തോളം മുമ്പോട്ട് പോയി എന്നുള്ളതിനെക്കുറിച്ച് ആകുലത വരുന്നു. അങ്ങനെ തോന്നുന്ന ഒരു ഘട്ടം മുതൽ നിങ്ങളുടെ പഠനത്തിൻ്റെ ഉത്സാഹം പതുക്കെ പതുക്കെ കുറയാനായിട്ട് തുടങ്ങുകയും കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ടും ആ പരീക്ഷയുടെ ഒരു സ്വഭാവത്തിൽ നിന്ന് മാറുകയും പിന്നെ പഠനം പതുക്കെ മതിയാക്കുകയും ചെയ്യും. സാധാരണഗതിയിൽ ഉദ്യോഗാർത്ഥികൾക്ക് സംഭവിക്കുന്ന ഒരു കുഴപ്പം ഇതാണ്. ഇവിടെ ഇപ്പോൾ നമ്മുടെ പരീക്ഷയുടെ സിലബസ് എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടി പ്രാധാന്യമുള്ളതാണ്. കാരണം ഇതിപ്പോൾ 2 ഘട്ടമായിട്ടാണ് നടക്കുന്നത്. ഇവിടെ പ്രിലിമിനറി പരീക്ഷയുണ്ട്, അതുപോലെ തന്നെ മെയിൻ പരീക്ഷയുമുണ്ട്. പ്രിലിമിനറി പരീക്ഷയ്ക്കും മെയിൻ പരീക്ഷയ്ക്കും സിലബസ് സെയിം ആണ്. അപ്പോൾ സിലബസ് നന്നായിട്ട് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഈ 2 പരീക്ഷകളും നന്നായിട്ട് എഴുതി നിങ്ങൾക്ക് ഉദ്യോഗം നേടാനായിട്ട് പറ്റും. അപ്പോൾ സാറേ, സിലബസ് ഒക്കെ ഏതാണ്ടൊക്കെ എനിക്കറിയാം, ഈ പരീക്ഷയുടെ സിലബസ് എനിക്ക് നല്ല ധാരണയുണ്ട്. 40 മാർക്കിന് പൊതുവിജ്ഞാനം, 20 മാർക്കിന് കറണ്ട് അഫയേഴ്സ്, 20 മാർക്കിന് ജനറൽ സയൻസ്, 20 മാർക്കിന് മാത്സും മെൻ്റൽ എബിലിറ്റിയും, ഈ സിലബസ് ഒക്കെ എനിക്കറിയാം എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് ശരിക്കുള്ള രീതിയിലുള്ള അറിവാണോ എന്ന് ചോദിച്ചാൽ ചില കാര്യങ്ങൾ കൂടി അതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്ക്, ഇവിടെ പരീക്ഷയുടെ സിലബസ് പറയാം. പൊതുവിജ്ഞാനം 40 മാർക്ക്, അല്ലെ? കേൾക്കുമ്പോൾ പൊതുവിജ്ഞാനം 40 മാർക്ക്. പക്ഷെ ഈ പൊതുവിജ്ഞാനത്തിനകത്ത് പഠിക്കാനുള്ള കണ്ടന്റ് എന്തൊക്കെയാണ്? അതിനകത്ത് കേരള ജോഗ്രഫി പഠിക്കണം, ഇന്ത്യൻ ജോഗ്രഫി പഠിക്കണം, അതിനകത്ത് കേരള ഹിസ്റ്ററി പഠിക്കണം, അതിനകത്ത് ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കണം, അതിനകത്ത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ പഠിക്കണം, അതിനകത്ത് കേരള നവോത്ഥാനം പഠിക്കണം, അതിനകത്ത് കലാശാസ്ത്രം, സാഹിത്യം പോലുള്ള കാര്യങ്ങൾ പഠിക്കണം, അങ്ങനെ ഭരണഘടന പഠിക്കണം, സാമ്പത്തിക ശാസ്ത്രം പഠിക്കണം. ഇങ്ങനെ വളരെ വിശാലമായിട്ടുള്ള ഒരു ഭാഗത്ത് എത്ര മാർക്ക്? 40 മാർക്ക്. ഇനി അത് കഴിഞ്ഞിട്ട് ആനുകാലിക വിഷയം. ആനുകാലിക വിഷയത്തിലെ മാർക്ക് എത്ര?
20 മാർക്ക്. നേരത്തെ പറഞ്ഞ പൊതുവിജ്ഞാനവും ആനുകാലികവും തമ്മിൽ കമ്പയർ ചെയ്താൽ ആനുകാലികം പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റുന്ന കാര്യമാണ്. അതായത് നമ്മൾ പൊതുവിജ്ഞാനത്തിൻ്റെ ആ സിലബസ് ലോഡുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ആനുകാലികം പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. അവിടെ എത്ര മാർക്കുണ്ട്? 20 മാർക്കുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ജനറൽ സയൻസ് എന്ന് പറയുന്ന ഭാഗം, ജനറൽ സയൻസ് എന്ന് പറഞ്ഞാൽ മതി. ജനറൽ സയൻസ് ഭാഗത്ത് 10, 10, 20 മാർക്കാണുള്ളത്. 10, 10, 20 മാർക്ക് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഫിസിക്സ് കെമിസ്ട്രി ഭാഗത്ത് നിന്ന് 5 മാർക്കിന് ചോദിക്കും. ജീവശാസ്ത്ര ഭാഗത്തിനകത്താണ് പൊതുജനാരോഗ്യമൊക്കെ വരുന്നത്. അസുഖങ്ങളും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. അതുൾപ്പെടെ ഈ പറഞ്ഞ 15 മാർക്ക് ജീവശാസ്ത്ര ഭാഗത്ത് ചോദിക്കും. 5 മാർക്ക് ഫിസിക്സ് കെമിസ്ട്രി ഭാഗത്തുനിന്ന് ചോദിക്കും. അത് 20 മാർക്ക്. ഇതിനെ നമ്മൾ പൊതുവിജ്ഞാനവുമായിട്ട് താരതമ്യം ചെയ്യുകയാണെങ്കിൽ പൊതുവിജ്ഞാനത്തിൻ്റെ പകുതി പോലും ഈ ഭാഗത്ത് പഠിക്കാനായിട്ടില്ല. അതായത് 4/1 പോലും പഠിക്കാനായിട്ടില്ല. അപ്പോൾ സയൻസ് പഠിക്കുന്നത് ശരിക്കും വർത്താണ്. പൊതുവിജ്ഞാനവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ സയൻസ് പഠിക്കുന്നത് വർത്താണ്. മാത്രമല്ല ആ ഭാഗത്ത് നമുക്ക് മാർക്ക് പരമാവധി സ്കോർ ചെയ്യാനും പറ്റും. പിന്നെയുള്ളത് ഏതാണ്? പിന്നെയുള്ളത് ലഘു ഗണിതം. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ്? മാനസിക ശേഷി പരിശോധന. അവിടെയുള്ളതോ 20 മാർക്ക്. ടോട്ടൽ 100 മാർക്ക് അല്ലെ? ടോട്ടൽ 100 മാർക്ക്. ഇപ്പോൾ ഇതിൽ ആദ്യം നിങ്ങൾ എന്ത് പഠിക്കണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കണം അല്ലെ? ഓരോ ദിവസം കഴിയും തോറും ഇത് എനിക്ക് പറ്റും എന്നുള്ള തോന്നൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. എനിക്ക് പറ്റൂല എന്നുള്ള തോന്നലല്ല വരേണ്ടത്. എനിക്കിത് കഴിയും എന്നുള്ള തോന്നൽ വന്നുകൊണ്ടേയിരിക്കണം. നമ്മളെ എന്തെങ്കിലും പുഷ് ചെയ്തുകൊണ്ടിരിക്കണം. നമുക്കൊരു ഉന്മേഷം ഉണ്ടായിക്കൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ ഈ 6 മാസം നമുക്കിങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ട് ഇരിക്കാൻ പറ്റുള്ളൂ. ഏതെങ്കിലും ഒരു അവസരത്തിൽ ഒരു നെഗറ്റീവ് ചിന്ത വന്നു കഴിഞ്ഞാൽ നമ്മൾ പുറകോട്ട് പോകും. അപ്പോൾ നമ്മളെ ഉത്തേജിപ്പിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ വേണം നമ്മൾ ആദ്യം പഠിക്കാൻ. അതിന് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ആനുകാലിക വിഷയമാണ്. ആദ്യം പഠിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കേണ്ട വിഷയം ഏതാണ്? ആനുകാലികമാണ്. അത് പലരും നിങ്ങളടുത്ത് പറഞ്ഞു തരത്തില്ല. നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് ആനുകാലികമാണ്. എന്തുകൊണ്ട് ആനുകാലികം പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെ, അവിടെ ഇപ്പോൾ ആനുകാലികം പഠിക്കണം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ചോദ്യം വരും. സാറേ, ഞാൻ ഈ പരീക്ഷയ്ക്ക് ഏത് മുതലുള്ള കറണ്ട് അഫയേഴ്സ് ആണ് പഠിക്കേണ്ടത് അല്ലെ? നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഒരു ചോദ്യമാണ്. ഈ പരീക്ഷ എന്നാണ് നടക്കുന്നത്? 2026 ജൂലൈയിലാണ്. അപ്പോൾ നിങ്ങൾ ഏതാണ്ട് 1.5 കൊല്ലം മുമ്പുള്ള കറണ്ട് അഫയേഴ്സ് പഠിക്കാനായിട്ട് തുടങ്ങണം. അത് പഠിക്കുന്നതിൽ ഒരു നഷ്ടവുമില്ല. നന്നായിട്ടൊന്ന് ഉത്സാഹിച്ചു കഴിഞ്ഞാൽ ഒരു 2-3 ആഴ്ച കൊണ്ട് തന്നെ ആ ഭാഗം നന്നായിട്ട് നിങ്ങൾക്ക് പഠിച്ചു തീർക്കാനായിട്ട് പറ്റും. അത് 2025 മുതലുള്ള കറണ്ട് അഫയേഴ്സ് പഠിക്കണം. ഈ കറണ്ട് അഫയേഴ്സ് പഠനത്തിനകത്തുള്ള പ്രത്യേകത എന്താണ്? അത് കേവലം ആനുകാലിക സംഭവങ്ങൾ മാത്രമല്ല പഠിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് കൂടി നിങ്ങൾ പഠിക്കും. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന 2ാമത്തെ വ്യക്തി ആര് എന്നൊരു ചോദ്യം, അത് കറണ്ട് അഫയേഴ്സ് ഭാഗത്തുള്ള ചോദ്യമാണ്. അത് പിണറായി വിജയനാണ്. അത് പഠിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ പഠിക്കുന്ന കാര്യമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി അത് ഇ കെ നായനാരാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായിരുന്നത് അത് ആരാണ്? അത് കെ കരുണാകരനാണ്. കേരളത്തിൽ ഏറ്റവും പ്രായമുള്ള മുഖ്യമന്ത്രി അത് വി എസ് അച്യുതാനന്ദനാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രി അത് എ കെ ആന്റണിയാണ്. അപ്പോൾ ഈ ഒരു വസ്തുത പഠിച്ച സമയത്ത് തന്നെ, കറണ്ട് അഫയേഴ്സ് പഠിച്ച സമയത്ത് തന്നെ മറ്റ് പൊതുവിജ്ഞാന ഭാഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി പഠിക്കുകയാണ് അല്ലെ? ഈ അടുത്ത കാലത്തായിട്ട് ചൈന ലോകത്തിലെ ഏറ്റവും വലിയ ഒരു അണക്കെട്ട് പണിയുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ചൈന പണിയുന്നത് ഏത് നദിയിലാണ്? ഒരു കറണ്ട് അഫയേഴ്സ് ഭാഗത്തെ ചോദ്യമാണ്. അപ്പോൾ അതിന് ഉത്തരം എന്ന് പറയുന്നത് ബ്രഹ്മപുത്ര നദിയിലാണ് എന്നുള്ളതാണ് ഉത്തരം. ബ്രഹ്മപുത്ര നദിയിലാണ് അല്ലെ? അപ്പോൾ അവിടെ നിങ്ങൾ പഠിക്കും ഈ ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത് ടിബറ്റിൽ നിന്നാണ്. ടിബറ്റിൽ അത് സാങ്പോ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അത് അരുണാചൽ പ്രദേശിൽ വെച്ച് ഇന്ത്യയിലോട്ട് കടക്കുന്നു. അരുണാചൽ പ്രദേശിൽ ഈ നദി ഡിഹാങ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ബ്രഹ്മപുത്ര ആസാമിൻ്റെയൊക്കെ ഭാഗത്തെത്തുമ്പോഴാണ് ശരിക്കും ആ പേരിൽ അറിയപ്പെടാനായിട്ട് തുടങ്ങുന്നത്. പിന്നീട് ഇത് ബംഗ്ലാദേശിലോട്ട് പോകും. ബംഗ്ലാദേശിൽ ഈ നദി അറിയപ്പെടുന്നത് ജമുന എന്നുള്ള പേരിലാണ്. അപ്പോൾ കറണ്ട് അഫയേഴ്സിൽ എന്തായിരുന്നു ചോദ്യം? ഏറ്റവും വലിയ അണക്കെട്ട് ചൈന പണിയുന്നത് ഏത് നദിയിലാണ് എന്നുള്ളതായിരുന്നു ചോദ്യം.
പക്ഷേ ഇപ്പോൾ നിങ്ങൾ കുറച്ച് റിലേറ്റഡ് ഫാക്ട്സ് പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇന്ത്യൻ ജോഗ്രഫിയിൽ ഹിമാലയൻ നദികളെക്കുറിച്ച് പഠിക്കാനുണ്ട്. അവിടെ നിങ്ങൾക്ക് ബ്രഹ്മപുത്ര നദിയെക്കുറിച്ചും പഠിക്കാറുണ്ട്. അപ്പോൾ അവിടെ പഠിക്കുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് പഠിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കറണ്ട് അഫയേഴ്സ് പഠനം മാത്രമല്ല ഇവിടെ നടക്കുന്നത്. ഈ പൊതുവിജ്ഞാന ഭാഗത്ത് 40 മാർക്കിൻ്റെ ഭാഗത്തുള്ള പല കാര്യങ്ങളും പതുക്കെ പതുക്കെ പഠിച്ചു വരികയാണ്. ഇപ്പോൾ 2025 മാർച്ച് 12 ഒരു പ്രാധാന്യം എന്താണ്? ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും കണ്ടതിൻ്റെ 100ാം വാർഷികമാണ്. ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും വർക്കല ശിവഗിരിയിൽ വെച്ച് കണ്ടതിൻ്റെ 100ാം വാർഷികമാണ് എന്ന് നിങ്ങൾ കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് പഠിക്കും. അപ്പോൾ ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും ആദ്യമായി കണ്ടുമുട്ടിയത് എന്നാണ്? അത് 1925 മാർച്ച് 12 അല്ലെ? 2 മഹത് വ്യക്തികൾ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നു. ഇത് കേരള നവോത്ഥാന ഭാഗത്ത് ശ്രീനാരായണ ഗുരു എന്നൊരാളെ കുറിച്ച് പഠിക്കാനുള്ള കാര്യം കൂടിയാണ്. അപ്പോൾ നിങ്ങൾ കറണ്ട് അഫയേഴ്സ് പഠിച്ചപ്പോൾ തന്നെ പൊതുവിജ്ഞാന ഭാഗത്തെ കേരള നവോത്ഥാനത്തെ കുറിച്ച് പഠിക്കുന്നു. നേരത്തെ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്നത് EK നായനാരാണെന്ന് പറഞ്ഞു. അത് പഠിച്ചു. അത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 1956 ശേഷമുള്ള കേരള രാഷ്ട്രീയം പഠിക്കാനുണ്ട്. ആ ഭാഗത്തുള്ള വസ്തുതകളാണ് ഇപ്പോൾ നേരത്തെ എന്ത് ചെയ്തത്? പഠിച്ചത്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ അതിനകത്ത് കേവലം കറണ്ട് അഫയേഴ്സ് മാത്രമല്ല പഠിക്കുന്നത്. നിങ്ങളുടെ ഈ പറഞ്ഞ വിജ്ഞാനത്തിൻ്റെ സീമ അനുനിമിഷം വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ കറണ്ട് അഫയേഴ്സ് തന്നെ പഠിക്കണം. ഇത് ഈ പരീക്ഷയുടെ കാര്യം പറയുന്നത് കൊണ്ടാണ്. കാരണം ഈ പരീക്ഷയിൽ അവിടെ എത്ര മാർക്കിന് ചോദ്യങ്ങളുണ്ട്? 20 മാർക്കിന് ചോദ്യങ്ങളുണ്ട് അല്ലേ? അപ്പോൾ ഇത് എത്ര ദിവസം കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റും? നിങ്ങളൊന്ന് ഉത്സാഹിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം ഇപ്പോൾ 3-4 മണിക്കൂർ പഠിക്കാം എന്ന് വിചാരിക്കുക. ഇപ്പോൾ ജോലി ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെയാണെങ്കിൽ രാവിലെ ഒരു 2 മണിക്കൂർ പഠിക്കുന്നു, വൈകുന്നേരം ഒരു 2 മണിക്കൂർ പഠിക്കുന്നു, ഞായറാഴ്ച ദിവസങ്ങളിൽ അഡീഷണൽ ആയിട്ട് ഒരു 2 മണിക്കൂർ കൂടി പഠിക്കുന്നു എന്നുണ്ടെങ്കിൽ അയാൾക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു 10-30 മണിക്കൂറെങ്കിലും ഒരു ആഴ്ച പഠിക്കാനായിട്ട് പറ്റും. അങ്ങനെയാണ് എങ്കിൽ ഈ പറഞ്ഞ ഒരു 2 ആഴ്ച 2.5 ആഴ്ച കൊണ്ട്, അതായത് ഒരു 10-15 ദിവസം കൊണ്ട് ഈ പറഞ്ഞ ഒരു കൊല്ലത്തെ കറണ്ട് അഫയേഴ്സ് പഠിച്ചു തീർക്കാനും പറ്റും. അതായത് 2025 മുതൽ ഈ പറഞ്ഞ 2025 അവസാനം വരെയുള്ള കറണ്ട് അഫയേഴ്സ് ഇപ്പം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റൂ അല്ലെ? ഒരു കൊല്ലത്തെ കറണ്ട് അഫയേഴ്സ് ഈ പറഞ്ഞ ഒരു 2 ആഴ്ച കൊണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ചു തീർക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ പൊതുവിജ്ഞാന ഭാഗത്തൊക്കെ ഒരുപാട് കാര്യങ്ങളും ഈ പറഞ്ഞ ഉൾക്കൊള്ളാനും പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം മനസ്സിലായോ? ഇനി അത് കഴിഞ്ഞിട്ട് അടുത്തത് എന്ത് നിങ്ങൾ പഠിക്കണമെന്ന് ചോദിച്ചാൽ ജനറൽ സയൻസ് പഠിക്കണം. ഞാൻ ആദ്യമേ പറയാം, ജനറൽ സയൻസ് പഠിക്കുമ്പോൾ ആദ്യം ജീവശാസ്ത്രമേ പഠിക്കാവൂ. ജീവശാസ്ത്രം പഠിക്കാൻ തുടങ്ങുമ്പോൾ ഒരു കാരണവശാലും മനുഷ്യ ശരീരം എടുത്തു വെച്ച് പഠിക്കാനായിട്ട് തുടങ്ങരുത്. ആദ്യം എന്താണ്? നമ്മൾ രോഗകാരികൾ, ജീവകങ്ങൾ, അതുപോലുള്ള ലളിതമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട് നോക്കണം. ഇപ്പം മനുഷ്യ ശരീരം എന്ന് പറയുന്ന ഒരു വലിയ ടോപ്പിക്കാണ്. അതിനു മുമ്പ് തന്നെ മാർക്ക് നേടാൻ പറ്റുന്ന മറ്റ് ചില ടോപ്പിക്കുകളുണ്ട്. പൊതുജനാരോഗ്യം പോലുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ആ പറഞ്ഞ കാര്യങ്ങൾ ആദ്യം പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക്, സയൻസിൻ്റെ ഭാഗത്ത് മൊത്തമുള്ള മാർക്ക് 20 മാർക്കാണ്. ആ 20 മാർക്കിൽ ഫിസിക്സ് കെമിസ്ട്രി ഭാഗത്താണ് 5 മാർക്ക്. ബാക്കി 15 മാർക്ക് കിടക്കുന്ന എവിടെയാണ്? ജീവശാസ്ത്രത്തിലാണ്. അപ്പോൾ ആദ്യം ഏത് പഠിക്കണം? ജീവശാസ്ത്രം പഠിക്കണം അല്ലെ? സയൻസ് പഠിക്കുമ്പോൾ ആദ്യം ജീവശാസ്ത്രം പഠിക്കണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഫിസിക്സിനും കെമിസ്ട്രിക്കും പ്രാധാന്യം കൊടുക്കാവൂ അല്ലെ? അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ 4 മണിക്കൂർ പഠിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഒരു 1.5 മണിക്കൂർ കറണ്ട് അഫയേഴ്സ് പഠിക്കണം, ഒരു 1.5 മണിക്കൂർ എന്ത് പഠിക്കണം? ജനറൽ സയൻസ് പഠിക്കണം. അപ്പം പിന്നെ 1 മണിക്കൂറുള്ളത് എന്ത് ചെയ്യും? ആ 1 മണിക്കൂർ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കാര്യം പറഞ്ഞാലും ശരി തന്നെ ഒരു വിഷയം ഒരുപാട് നേരം പഠിക്കുമ്പോൾ ബോറടിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ നിന്നൊന്ന് മാറണമെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും വായിക്കാനായിട്ട് പറ്റണം. അപ്പോൾ ഈ പറഞ്ഞതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ട് എങ്കിൽ ആ സമയം അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പക്ഷെ മെയിൻ ഫോക്കസ് എവിടെ നിൽക്കണം? ആനുകാലിക വിഷയങ്ങളിലും അതുപോലെ തന്നെ സയൻസിലും നിൽക്കണം. അങ്ങനെയാണ് എങ്കിൽ 1 മാസം കൊണ്ട് ഒരു 40 മാർക്കിൻ്റെ ഭാഗം നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഈ പൊതുവിജ്ഞാന ഭാഗത്ത് ഒരു 10 മാർക്ക് നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് കവർ ചെയ്യും. അതായത് ഒരു 50 മാർക്കിൻ്റെ ജ്ഞാനം ഉണ്ടായി വരും.
ഇനി നിങ്ങൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് പതുക്കെ ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഒരു 10, 40, 45 മാർക്ക് പുതുതായി പഠിക്കുന്ന ഒരാൾക്ക് പോലും ഒരു മാസം കൊണ്ട് നേടിയെടുക്കാനായിട്ട് പറ്റും. അതിന് പകരം നിങ്ങൾ ആദ്യം എടുത്തു വെച്ചിട്ട് കേരള നവോത്ഥാനമോ കേരള ചരിത്രമോ ഇന്ത്യ ചരിത്രമോ ഒക്കെ പഠിക്കാനായിട്ട് തുടങ്ങിയാൽ അവിടെ നിന്ന് ആകപ്പാടെ 1-2 മാർക്കേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. സമയം ഒരുപാട് പോയിക്കൊണ്ടുവരിക്കും, നിങ്ങൾ ഒരിടത്തും എത്താതെയും വരും. അപ്പോൾ ആദ്യം മാർക്ക് കോൺസെൻട്രേഷൻ കൂടുതലുള്ള, ഏറ്റവും എളുപ്പത്തിൽ കൂടുതൽ മാർക്ക് നേടാൻ പറ്റുന്ന ഒരു ഭാഗം പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത്. ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഇത് രണ്ടും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ലഘുഗണിതവും മാനസിക ശേഷി പരിശോധനയും പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങണം. അതെങ്ങനെ പഠിക്കണമെന്ന് ചോദിച്ചാൽ ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ നിങ്ങൾക്ക് മാത്സിനകത്ത് ഒരു ടച്ചും ഇല്ലാത്ത ഒരാളാണ് എങ്കിൽ പോലും ഈ പറഞ്ഞ LGS പരീക്ഷയുടെ ചോദ്യപേപ്പറൊക്കെ നോക്കുമ്പോൾ അത് ഇത്രയും ലളിതമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ ഭാഗത്ത് വരുന്നത്. അവിടെ നിങ്ങൾക്ക് ഒരു 5-6 മാർക്കെങ്കിലും, എത്ര മോശമാണെങ്കിലും ഒരു 5-6 മാർക്കെങ്കിലും നേടാനായിട്ട് പറ്റും. പക്ഷേ ഈ പരീക്ഷയ്ക്ക് ഒരു ശരാശരിക്കാരൻ, അതായത് മാത്സിൽ പരിചയമില്ലാത്ത ഒരു ശരാശരിക്കാരൻ ഒരു 15 മാർക്കെങ്കിലും നേടണം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഇനിയുള്ള ആ 6 മാസം കൊണ്ട് ഒരു 10 മാർക്ക് സംഘടിപ്പിക്കാനുള്ള നോളജ് ഉണ്ടാവണം. ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ആഴ്ച കൂടുമ്പോൾ 1 മാർക്ക് വെച്ച് കൂടിയാൽ തന്നെയും ഇത്രയും ദിവസത്തിനകത്ത് നിങ്ങൾക്ക് 10 മാർക്ക് കൂട്ടിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ഒരു സാരാംശം ഇതാണ്. ഈ പരീക്ഷയ്ക്ക് പഠിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഏതൊക്കെ ഭാഗത്താണ്? കറണ്ട് അഫയേഴ്സ് ശ്രദ്ധിച്ചോണം. പിന്നെ നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ അടിയുറച്ച് നിൽക്കണം. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഈ വിശ്വാസത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ തോന്നരുത്. വേറെ പല സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഉപദേശങ്ങൾ കിട്ടും. ആ ഉപദേശം കിട്ടുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനായിട്ട് പോവരുത്. നിങ്ങളൊരു കാര്യത്തിൽ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തിൽ സത്യസന്ധമായി വിശ്വസിച്ചുകൊണ്ട് സത്യസന്ധമായി അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളായിട്ട് മാറും. അപ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഏത് മാർക്കിലാണ്? ആനുകാലികത്തിൻ്റെ 20 മാർക്ക്, ജനറൽ സയൻസിൻ്റെ 20 മാർക്ക്, അതുപോലെ തന്നെ ലഘുഗണിതം മാനസിക ശേഷി പരിശോധനാ ഭാഗത്തെ 20 മാർക്ക്. ഇത് ഇത്രയും നിങ്ങൾക്ക് ഈ പറഞ്ഞ ഒരു 2-2.5 മാസം കൊണ്ട് നേടാൻ പറ്റുന്ന വിധത്തിലോട്ടാകും. അങ്ങനെ ആകുമ്പോൾ തന്നെ നിങ്ങളുടെ സ്കോറ് ഈ പറഞ്ഞ ഒരു 70 മാർക്ക് കവർ ചെയ്തിട്ടുണ്ടാവും. അതായത് 70 മാർക്കിൻ്റെ ടോപ്പിക്ക് നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടാവും. 70 മാർക്ക് കിട്ടുമെന്നല്ല പറഞ്ഞത്, 70 മാർക്കിന് ചോദ്യം വരുന്ന ഒരു ഏരിയയിലോട്ട് നിങ്ങൾ കടന്നു ചെന്നിട്ടുണ്ടാവും. ഒരു 50-55 മാർക്കെങ്കിലും വാങ്ങിക്കാനുള്ള ശേഷി നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ പൊതുവിജ്ഞാനം പഠിച്ചു തുടങ്ങിയിട്ടില്ല. ഇനി അടുത്ത ഘട്ടത്തിലാണ് പൊതുവിജ്ഞാനത്തിലോട്ട് പോകേണ്ടത്. അപ്പോൾ ഒരു 1-2 മാസത്തെ പഠനമായി കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം കൂടിയുണ്ട്. നിങ്ങൾ ബോറടിച്ചപ്പോഴെല്ലാം പൊതുവിജ്ഞാനത്തിൽ എന്തെങ്കിലുമൊക്കെ വായിച്ചിട്ടുമുണ്ട്. നിങ്ങൾ പൊതുവിജ്ഞാനം തീരെ ഒഴിവാക്കിയിരിക്കുകയല്ല, എന്തെങ്കിലുമൊക്കെ വായിക്കുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ യൂട്യൂബിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലോ ക്ലാസ്സിലോ ഒക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ കേൾക്കുന്നുണ്ട്. അവിടെ പതുക്കെ ബേസ് ബിൽഡായി വരും. അത് കഴിഞ്ഞിട്ട് നിങ്ങളിപ്പോൾ പൊതുവിജ്ഞാനത്തിലോട്ട് പഠിക്കാൻ പോകുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾ ചെയ്യേണ്ടത് അതിനകത്ത് ഭരണഘടന പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഭരണഘടന പഠിക്കുന്നത് വർത്താണ്. പഠിക്കുന്ന ഭാഗത്ത് നിന്ന് തന്നെ ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം എഴുതാനായിട്ട് പറ്റും. അതുപോലെ നിങ്ങൾക്ക് ഒരിക്കലും ചരിത്രം ഗുണകരമാവത്തില്ല. അതുകൊണ്ട് നിങ്ങൾ പിന്നീട് ശ്രദ്ധിക്കേണ്ട ഭാഗം എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? ഭരണഘടന തന്നെയാണ്. അത് കഴിഞ്ഞാൽ ശ്രമിക്കേണ്ട വേറൊരു ഭാഗം എന്ന് പറയുന്നത് സാമ്പത്തിക രംഗമാണ്. പഞ്ചവത്സര പദ്ധതികളുണ്ട്, ആസൂത്രണ കമ്മീഷനുകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കണം അടുത്ത ഘട്ടത്തിൽ വരേണ്ടത്. അപ്പോൾ ആ ഒരു കാര്യം പഠിച്ചെടുക്കാൻ നിങ്ങൾക്ക് കുറച്ച് സമയം മതി. ഒരു 7-8 മാർക്ക് കൂടി ഈ പറഞ്ഞ നിങ്ങളുടെ ടോട്ടൽ സ്കോറിനോട് കൂട്ടാനായിട്ട് പറ്റും. പിന്നീട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇന്ത്യൻ ജോഗ്രഫി പഠിക്കാനായിരിക്കണം. ഇന്ത്യൻ ജോഗ്രഫി പഠിക്കാൻ വളരെ ലളിതമാണ്. ഇന്ത്യൻ ജോഗ്രഫിയിൽ ഇന്ത്യയുടെ ഫിസിക്കൽ ജോഗ്രഫിയാണ് പഠിക്കാനായിട്ടുള്ളത്. ഉത്തര പർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, പിന്നെ അത് കഴിഞ്ഞിട്ട് തീരപ്രദേശം, ദ്വീപുകൾ, പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം, ഇതൊക്കെയാണ് നിങ്ങൾക്ക് ആ ഭാഗത്ത് പഠിക്കാനുള്ളത്. അതായത് ഫിസിക്കൽ ജോഗ്രഫി പെട്ടെന്ന് പഠിച്ചു തീർക്കാനായിട്ട് പറ്റും. ഒരു ഐഡിയ ഉണ്ടാക്കി പെട്ടെന്ന് പഠിച്ചു തീർക്കാനായിട്ട് പറ്റും. ഇത്രയും ആവുമ്പോഴേക്കും നിങ്ങളുടെ സ്കോർ ഏതാണ്ട് ഒരു 80-85 മാർക്കിലോട്ട് എത്തിയിട്ടുണ്ടാവും. പിന്നെ ബാക്കി നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് പഠിക്കുന്നതാണ്. എല്ലാ സിലബസിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും
പഠിച്ചു തീർത്തൊന്നുമല്ല ഒരാളും പരീക്ഷയ്ക്ക് പോകുന്നത്. പക്ഷെ ഒരു ടോട്ടലായിട്ടുള്ള അറിവ് നേടിയിട്ടാണ് പരീക്ഷയ്ക്ക് പോകേണ്ടത്. അതിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങളൊക്കെ ഇത്തിരി ഒഴിവാക്കിയാൽ പോലും കുഴപ്പമില്ല. കാരണം ഇത് ആദ്യം നടക്കുന്ന ഒരു പ്രിലിമിനറി പരീക്ഷയാണ്, അല്ലേ? ആദ്യം നടക്കുന്ന ഒരു പ്രിലിമിനറി പരീക്ഷയാണ്. അപ്പോൾ അവിടെ 10ഓ 70ഓ മാർക്കൊക്കെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യും? ക്വാളിഫൈ ചെയ്യും. ഇതൊരു ജനറൽ കാറ്റഗറിയുടെ കാര്യം ആണ് പറയുന്നത്. അല്ലാത്തവർക്ക് അത്രയും മാർക്ക് വേണ്ടി വരത്തില്ല. അതിലോട്ടൊക്കെ എത്താൻ ഈ പറഞ്ഞ മാർക്ക് ധാരാളമാണ്. ഇനി വേറൊരു കാര്യം കൂടി പറയാം. പ്രിലിമിനറി പരീക്ഷ ജയിക്കുക എന്ന് പറയുമ്പോൾ അവിടെ പരീക്ഷ കഴിഞ്ഞ്, പ്രിലിമിനറി പരീക്ഷ കഴിഞ്ഞ് പിന്നെ ലിസ്റ്റ് വരും, അല്ലേ? ലിസ്റ്റ് വരുന്നതിന് കുറച്ച് സമയമെടുക്കും. അപ്പോൾ പുറത്ത് കുറച്ച് വർത്തമാനങ്ങളൊക്കെ ഉണ്ടാവും. അതിൻ്റെ കട്ട് ഓഫ് ഇത്രയായിരിക്കും, 60 ആയിരിക്കും, 55 ആയിരിക്കും പോലുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങളുടെ ഈ പറഞ്ഞ മാർക്ക് എന്ന് പറയുന്നത് 53 ആണെന്ന് വെച്ചോ. ചിലർ പറയുന്നു 50 ഉണ്ടെങ്കിൽ വരും, ചിലർ പറയുന്നു 60 വേണ്ടി വരും എന്ന് പറയുമ്പോൾ നിങ്ങളാകെ കൺഫ്യൂഷനായി, അല്ലേ? അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ലിസ്റ്റിനകത്ത് ഉണ്ടാകുമോ എന്നുള്ള ഒരു സംശയം വരും. ആ സംശയം വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണ്? സംശയം വന്നാൽ സംഭവിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഉത്സാഹത്തോടു കൂടി പഠിക്കാനായിട്ട് തുടങ്ങത്തില്ല. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, കുറച്ച് ദിവസം കഴിഞ്ഞ് ഷോർട്ട് ലിസ്റ്റ് വരുമ്പോൾ നിങ്ങൾ 53 മാർക്കുള്ള അല്ലെങ്കിൽ 55 മാർക്കുള്ള നിങ്ങൾ ലിസ്റ്റിൽ കാണും. നിങ്ങൾ വിചാരിച്ച് കാണത്തില്ല എന്നാണ്. ഇതാ ഇപ്പോൾ ലിസ്റ്റിനകത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പരീക്ഷയോടുള്ള ദൂരമോ 2 മാസത്തിനകത്ത് പരീക്ഷയാണ്. അപ്പോൾ എന്ത് ചെയ്തു? കുറച്ച് ദിവസം ഈ പറഞ്ഞ് ഉഴപ്പിയപ്പോൾ അവസാന നിമിഷത്തിൽ ലിസ്റ്റിലുണ്ട് എന്നറിഞ്ഞപ്പോൾ ഒരു പാടുപെട്ടുള്ള ഒരു പഠനം, അവിടെ ഈ കണക്കൂട്ടലുകളൊന്നും നടക്കത്തില്ല, നിങ്ങളുടെ പരീക്ഷ നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് പ്രിലിംസ് പരീക്ഷ എഴുതുമ്പോൾ പരമാവധി മാർക്ക് സ്കോർ ചെയ്യുന്ന വിധത്തിൽ, പ്രിലിംസ് പരീക്ഷ എഴുതുമ്പോൾ തന്നെ മെയിൻ പരീക്ഷ എഴുതി ജയിക്കാനുള്ള ശേഷി നിങ്ങൾ എന്ത് ചെയ്യണം? വളർത്തി എടുക്കണം. എത്രത്തോളം അത് വളർത്തിയെടുക്കാമോ അത്രത്തോളം അത് എന്താണ് നിങ്ങളുടെ ഈ പറഞ്ഞ റിസൾട്ടിന് ഗുണകരമായിട്ട് മാറും. ഇപ്പം ഞാൻ ഈ കാര്യമൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും ഞാൻ പറഞ്ഞു കറണ്ട് അഫയേഴ്സ് ഇങ്ങനെ പഠിക്കണം, അതുപോലെ തന്നെ ജനറൽ സയൻസ് ഇങ്ങനെ പഠിക്കണം, അല്ലെ? അതിന് കൃത്യമായിട്ടുള്ള ഒരു നോട്ട് നിങ്ങൾക്കുണ്ട് എങ്കിൽ, അത് കൃത്യമായിട്ട് ഒരാൾ ഈ പറഞ്ഞു തരികയും ചെയ്യുകയാണെങ്കിൽ അത് കുറെ കൂടി എളുപ്പമാവും. അതുപോലെ തന്നെ ഈ പറഞ്ഞ ജനറൽ സയൻസിൻ്റെ ഈ പറഞ്ഞ പൊതുജനാരോഗ്യം പോലുള്ള കാര്യത്തെ ആ കൃത്യമായ നോട്ട്, ഒരുപാട് കാര്യങ്ങളല്ല, ഒരുപാട് പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ പറ്റത്തില്ല. കൃത്യമായ രീതിയിൽ പഠിക്കണം. കൃത്യമായ രീതിയിൽ പഠിക്കും തോറും ഈ പറഞ്ഞ പഠിക്കാനുള്ള അളവ് കുറഞ്ഞുകൊണ്ടിരിക്കും. കൃത്യമായ രീതിയിലാണ് പഠിക്കുന്നതെങ്കിൽ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കും. ഒരുപാട് പഠിക്കുക എന്ന് പറഞ്ഞാൽ കൃത്യത ഇല്ലാത്തതുകൊണ്ടാണ് ഒരുപാട് പഠിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കറണ്ട് അഫയേഴ്സ് കൃത്യമായിട്ടുള്ള നോട്ട്, ചവറുകളൊന്നുമില്ലാതെ കൃത്യമായിട്ടുള്ള നോട്ട്, അതിൻ്റെ കൃത്യമായിട്ടുള്ള വിശദീകരണം, ഞാൻ ഈ പറഞ്ഞതുപോലെ ആ കാര്യങ്ങൾ പൊതുവിജ്ഞാന ഭാഗം കൂടി കവർ ചെയ്യുന്ന വിധത്തിൽ ഈ പറഞ്ഞ കറണ്ട് അഫയേഴ്സ് പഠിക്കുകയും അതുപോലെ തന്നെ പൊതുജനാരോഗ്യം പോലുള്ള സയൻസ് പോലുള്ള കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് പഠിക്കുകയും അതുപോലെ തന്നെ ഏതാണ് കണക്ക്, അതുപോലെ മെൻ്റൽ എബിലിറ്റി ഭാഗത്ത് ആ ഒരു ബേസ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു രീതി, അല്ലെ? ആ ഒരു പഠനമാണ് ഗുണപ്പെടുന്നത് എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അങ്ങനെ പഠിക്കാൻ നിങ്ങൾക്കൊരു സംവിധാനം കൂടി ഉണ്ട് എങ്കിൽ അത് കുറച്ചുകൂടി ഗുണകരമായിരിക്കും. അത് അങ്ങനെ ഒരു സംവിധാനം ആസ്ഥ അക്കാഡമി ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ പഠിക്കാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ ഈ പരീക്ഷ എഴുതി ജയിച്ചേ പറ്റൂ എന്നൊരു നിർബന്ധ ബുദ്ധി നിങ്ങൾക്കുണ്ട് എങ്കിൽ, അതിനു വേണ്ടി കഷ്ടപ്പെടാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ട് എങ്കിൽ, നിങ്ങൾ മടിക്കാതെ ഈ ഒരു നമ്പറിലോട്ട് വിളിക്കുക. അതെങ്ങനെ ചെയ്യണം എന്നുള്ളതിൻ്റെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ പറഞ്ഞു തരാം. അതിനൊരു സംവിധാനം ആസ്ഥ അക്കാഡമി ഉണ്ടാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പരീക്ഷ ജയിക്കാനായിട്ട് പറ്റും. ഇത് ഞാൻ വെറുതെ പറയുന്ന കാര്യമല്ല, ഇത് പ്രാവർത്തികമാക്കാൻ പറ്റുന്ന കാര്യമാണ്. കൃത്യമായ നോട്ട്, കൃത്യമായിട്ടുള്ള എന്താണ് ഈ പറഞ്ഞ ഓരോ വിഷയത്തെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ, ആ ധാരണ നിങ്ങൾക്ക് തരാൻ ആസ്ഥ അക്കാഡമിക്ക് പറ്റും. ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബിനകത്തുള്ള ക്ലാസ്സുകളെല്ലാം നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് കണ്ടു നോക്ക്. കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ആ ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് അത് ചെയ്തേക്കുന്നതെന്ന് മനസ്സിലാവും. അപ്പോൾ ആ ഒരു രീതിയിൽ വലിയ പ്രയാസമില്ലാതെ നിങ്ങളുടെ ഈ പറഞ്ഞ മിനിമം സമയത്തിനകത്ത് എന്നാൽ മാക്സിമം
ഔട്ട്പുട്ട് കിട്ടത്തക്ക വിധത്തിൽ നമുക്ക് ഈ പറഞ്ഞ ആ ഒരു കാര്യത്തിലോട്ട് വരാം. അപ്പോൾ അതിന് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഈ കാണുന്ന നമ്പറിലോട്ട് വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക. ചിലപ്പോൾ വിളിച്ചാൽ കിട്ടണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതി, ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്തോളാം. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ ഞങ്ങൾ പറഞ്ഞു തരാം. അപ്പോൾ ഇത്രയുമാണ് ഈ സമയത്ത് പറയാനുള്ളത്. ഈ ഒരു കാര്യം ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഗുണപ്പെടും എന്ന് തന്നെയാണ് വിശ്വാസം. അങ്ങനെ ഗുണപ്പെടും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.